ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈതൻ ടി വി നടത്തുന്ന ശബത്ത് സ്കൂൾ ലെസൺ സ്റ്റഡിയിലേക്ക് പ്രിയപ്പെട്ട ഏവരെയും ദൈവനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 6-ാമത്തെ പാഠമാണ്. അതിൻ്റെ തലക്കെട്ട് ഞാൻ എഴുന്നേൽക്കും എന്നാണ്. മനപ്പാഠവാക്യം സങ്കീർത്തനങ്ങൾ 12:5. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിലും ഇന്നും ജനത്തിൻ്റെ ദുരിതവും കഷ്ടതയും പ്രതികൂലവും അനീതിയുമെല്ലാം ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് സങ്കീർത്തനക്കാരന്മാർ സങ്കീർത്തനം എഴുതുന്ന ആ കാലഘട്ടത്തിലും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അനീതിയും പ്രതികൂലങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. കാരണം സങ്കീർത്തനക്കാർ അവിടെ ദൈവത്തോട് നിലവിളിക്കുന്നു. ഇവിടെ ദൈവം എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. അന്ന് സങ്കീർത്തനക്കാരന്മാർ ഈ സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടത്തിലും ഈ എളിയവർക്കെതിരെയുള്ള പീഡനവും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും അന്ന് ആ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. അതേ അന്തരീക്ഷമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഉള്ളത്. എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ദൈവം ദീർഘക്ഷമയോടുകൂടി ദൈവം കാത്തിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമ്മൾ 2 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ച് നമ്മളോട് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. ആരും നശിച്ചു പോകാതെ ദുഷ്ടനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരും ആരാണെങ്കിലും ആരും നശിച്ചു പോകാതെ എല്ലാവരും ദൈവത്തിൻ്റെ രാജ്യത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ച് ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ളത് സങ്കീർത്തനങ്ങൾ എഴുതിയ ആ കാലഘട്ടത്തിലും എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസം വരുന്നു എന്ന് സങ്കീർത്തനം 96:13 അതുപോലെ തന്നെ 98:9 നമ്മൾ വായിക്കുന്നു. ആ ദിവസം വരുന്നത് വരെ നാം ദൈവത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ഉറച്ചു വിശ്വസിക്കണം എന്നും സങ്കീർത്തനങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം നീതിയിലും ന്യായത്തിലും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനം 89:14 97:2 പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സിംഹാസനം, നീതിയുടെയും ന്യായത്തിൻ്റെയും ആ സിംഹാസനം, ദൈവം ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ 7-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരേണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ദൈവം സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തനക്കാരന്മാർ അന്ന് മനസ്സിലാക്കിയിരുന്നു. ആ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ 2 ഭാഗങ്ങൾ ആ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നമുക്ക് ആ ന്യായവിധിയിൽ കൂടെ നടക്കുന്ന 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ
പീഡിതരുടെ മോചനവും, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ നശീകരണവും. ഈ രണ്ട് കാര്യങ്ങൾ ന്യായവിധിയുടെ അവസാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പീഡിതന്മാർക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് അവരുടെ മോചനവും, ദുഷ്ടന്മാർക്ക് അവരുടെ നശീകരണവും. ദൈവം ന്യായം വിധിക്കുന്ന ദൈവം ആണ് എന്നുള്ളത് സങ്കീർത്തനങ്ങളിൽ കൂടെ 1 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ കൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ന്യായവിധി ഇന്നും അന്ന് സങ്കീർത്തനങ്ങളുടെ കാലഘട്ടത്തിലും അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ദുഷ്ടതയ്ക്കും ആ നീതിയില്ലായ്മയ്ക്കും ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് സങ്കീർത്തനക്കാർ മനസ്സിലാക്കി ആ ന്യായവിധി വരണമെന്ന് അവരാഗ്രഹിച്ചു. ദൈവം എഴുന്നേറ്റ് ന്യായവും നീതിയും നടത്തണമെന്ന് അവരാഗ്രഹിച്ചു. ആ നീതിയുടെയും ന്യായത്തിൻ്റെയും ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുവാൻ അവരാഗ്രഹിച്ചു. കാരണം ദുഷ്ടത അത്രമാത്രം പെരുകിയതുകൊണ്ട് അത് സഹിക്കുവാൻ അവർക്ക് സാധിക്കാതെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസം കാത്തിരുന്നു എന്നുള്ളതാണ്. ആ ദിവസം എന്ന് ആരംഭിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ വചനം പഠിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കും എന്നുള്ളത് ദൈവം പറയുന്നു. കാരണം ദുഷ്ടന്മാർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നതിന്, ദുഷ്ടന്മാരുടെ നശീകരണത്തിന് ദൈവം എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ മോചനത്തിന്, അവരുടെ പീഡനവും അവരുടെ ദുരിതവും അവസാനിക്കുന്നതിനും ഒരു സമയമുണ്ട്. ഇന്നത്തെ പാഠത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആ സമയം നാം ആഗ്രഹിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ സമയം. എന്നാൽ ദൈവം സകലതിനും സമയം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ പാഠത്തിൽ കൂടെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞായറാഴ്ചത്തെ പാഠഭാഗം ഗംഭീരനായ പോരാളി. സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടെ ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ തൻ്റെ ജനത്തെ നയിക്കുന്ന ഒരു ഗംഭീരനായ പോരാളിയായിട്ട് സങ്കീർത്തന പുസ്തകങ്ങൾ ദൈവത്തെ മനസ്സിലാക്കി തരുന്നു. കാരണം യുദ്ധത്തിലും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലും ഒക്കെ ദൈവം തൻ്റെ ജനത്തെ എപ്രകാരമാണ് മുൻപോട്ട് നയിക്കുന്നത്, അവരോടൊപ്പം ദൈവം എപ്രകാരമാണ് ഇരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 18. കാരണം ദാവീദിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്നും ദാവീദിനെ എപ്രകാരം സംരക്ഷിച്ചു, ആ സമയത്ത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. ദാവീദ് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് ദാവീദ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ദൈവം ഒരു പോരാളിയായിട്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത്. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഇടപെടുന്നു. ഈ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ദൈവം തൻ്റെ മുഴുമഹിമയിൽ യുദ്ധവീരനും ന്യായാധിപനുമായി ദൈവത്തെ നമ്മൾ കാണുന്നു. പോരാളിയായുള്ള ദൈവത്തിൻ്റെ സാദൃശ്യം സങ്കീർത്തനങ്ങളിൽ ധാരാളമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തെയും തൻ്റെ ജനത്തിൻ്റെ നിലവിളിയോടും കഷ്ടാനുഭവങ്ങളോടുമുള്ള തൻ്റെ പ്രതികരണത്തിൻ്റെ തിടുക്ക സ്വഭാവത്തെയും എടുത്തു കാണിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ കഷ്ടങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടിയിട്ട് എപ്രകാരമാണ് ഇടപെടുന്നത്. ഇവിടെ സങ്കീർത്തനങ്ങൾ 18-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, അങ്ങയുടെ ഭർസനത്താലും അവിടുത്തെ മൂക്കിൻ്റെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു, ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ആ ഒരു
പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കരുതലോടും അനുകമ്പയോടുമാണ് ദൈവം അവരോട് ഒപ്പമായിരുന്നു കൊണ്ട് അവരെ നയിക്കുന്നത്. കാരണം തിന്മ അധികമായിട്ട് ഈ ലോകത്തിലുണ്ട്. ആ തിന്മ ജയിക്കുന്നതിന് പകരം നീതിയും ന്യായവും അതുപോലെ തന്നെ ദൈവം അവരെ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത്, അനുകമ്പയോടും കരുതലോടും കൂടി ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്നത്. പല സന്ദർഭങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓരോ സങ്കീർത്തന ഭാഗങ്ങൾ എഴുതിയവർ അവർ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം അവരുടെ നിലവിളി കേട്ട് അവരോട് ഇടപെടുകയും ആ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന നന്മയും പിന്നീട് അവർ ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും എല്ലാ സങ്കീർത്തനങ്ങളിലും നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ഇടപെടും. ഗംഭീരനായ ഒരു പോരാളിയായിട്ടാണ് ദൈവത്തെ സങ്കീർത്തന പുസ്തകങ്ങളിൽ സങ്കീർത്തനക്കാരന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് ഒരു രാജാവായിരുന്നു. പല യുദ്ധങ്ങളിലും ദാവീദ് രാജാവ് ഇടപെട്ടു. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നത് അല്ലെങ്കിൽ ദാവീദ് രാജാവ് നടത്തിയ യുദ്ധങ്ങളിലെല്ലാം ദാവീദ് രാജാവിന് വിജയം കിട്ടിയത് ദാവീദ് രാജാവിൻ്റെ കഴിവോ അല്ലെങ്കിൽ തൻ്റെ യുദ്ധ അഭ്യാസമോ ഒന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആ വലിയ കൃപ കൊണ്ട് ആണ് എന്ന് ദാവീദ് അവിടെ മനസ്സിലാക്കുന്നു. തൻ്റെ മാനുഷികമാകുന്ന ശക്തിയാൽ അല്ല എന്നുള്ളത് ദാവീദ് എടുത്തു പറയുന്നു. സങ്കീർത്തനങ്ങൾ 18:34 നാം വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. എന്നാൽ ദാവീദ് അതിൻ്റെ 40-41 വാക്യങ്ങളിൽ പറയുന്നു, നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി, അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയതുമില്ല. അതിനുശേഷം അതിൻ്റെ 47-48 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അപ്പോഴേ തൻ്റെ യുദ്ധ സമയത്ത് താൻ നയിച്ച യുദ്ധങ്ങളിലൊന്നും തൻ്റെ കഴിവോ തൻ്റെ യുദ്ധ അഭ്യാസമോ ഒന്നുമല്ല തനിക്ക് വിജയം നൽകിയത്. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയാണ്, ദൈവമാണ് ആ യുദ്ധങ്ങളിലൊക്കെയും തനിക്ക് വിജയം നൽകിയത് എന്ന് ദാവീദ് എടുത്തു പറയുന്നു. കാരണം ദൈവം മാത്രമാണ് വിജയം നേടിയതെന്ന് ദാവീദ് ദൈവത്തെ പുകഴ്ത്തി. തൻ്റെ പല നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും സംഭവത്തിൻ്റെ പുകഴ്ച ദാവീദിന് ഒരു പക്ഷേ എളുപ്പം എടുക്കാമായിരുന്നു. എന്നാൽ ദാവീദ് അതിനു പകരം തൻ്റെ ശക്തിയുടെ ഉറവിടം എവിടെയായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവം തൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എന്നുള്ളതാണ് സങ്കീർത്തനം 18:34 നമ്മൾ വായിച്ചത്. അപ്പോഴും ദാവീദ് തൻ്റെ പല സങ്കീർത്തനങ്ങളിലും തൻ്റെ യുദ്ധ സാമർഥ്യത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം എൻ്റെ യുദ്ധത്തിൽ എന്നെ നയിച്ചു, ദൈവം എന്നെ സംരക്ഷിച്ചു എന്ന് ദാവീദ് സാക്ഷ്യം പറയുന്ന പല സങ്കീർത്തന ഭാഗങ്ങളും നമുക്ക് സങ്കീർത്തനങ്ങളിൽ കൂടെ വായിക്കുവാൻ സാധിക്കുന്നു. ദൈവം ദാവീദിനെ വിടുവിക്കുകയും ദാവീദിന് വേണ്ടിയിട്ട് ദൈവം യുദ്ധം നടത്തുകയും ചെയ്തു എന്ന് പല സങ്കീർത്തനങ്ങളിൽ കൂടെയും ദാവീദ് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചു 18-47 വാക്യങ്ങളിൽ, ആ വാക്യങ്ങളിലൊക്കെ ദാവീദ് ദൈവത്തെ അവിടെ ഉയർത്തി കാണിക്കുന്നു. ദൈവമാണ് തന്നെ യുദ്ധത്തിൽ നയിച്ചത് എന്ന് ദാവീദ് അവിടെ പറയുന്നു. നമ്മൾ 18:24 വായിക്കുമ്പോൾ, യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി എന്ന് പറയുന്നു. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. അപ്പോൾ ദാവീദ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ദൈവമാണ് തന്നെ നയിച്ചത്. തൻ്റെ ബുദ്ധിയോ തൻ്റെ സാമർഥ്യമോ അല്ല താൻ ഒരു രാജാവായിട്ടിരുന്ന് തൻ്റെ ജനത്തെ നയിക്കുന്നതിന് തനിക്ക് ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നോടൊപ്പമുള്ള കരുതലും കൃപയുമായിരുന്നു. ഈ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു. അപ്പോൾ
നാം ആരാണ് എന്ന് ദൈവം നമ്മെ മനസ്സിലാക്കിയിട്ട് ദൈവം നമ്മോടൊപ്പം ഇരുന്നു കൊണ്ട് നമ്മെ പ്രതികൂലങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ഒക്കെയും വിടുവിക്കുന്നത് ദാവീദും അതുപോലെ തന്നെ ഈ സങ്കീർത്തന ഭാഗങ്ങൾ എഴുതിയ ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരുന്നു. നാമും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു കരുതലും കൃപയും പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇവിടെ സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടുതലും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് ദാവീദാണ്. ദാവീദിനെ ഒരു പോരാളിയായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് യുദ്ധവീരനായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദിനെ ഒരു ഗായകനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ രക്ഷകനും നിലനിർത്തുന്നവനും ദൈവം മാത്രമാണെന്ന് ദാവീദ് രാജാവ് ദൈവത്തെ പുകഴ്ത്തുന്നു. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ രാജസ്ഥാനത്തിരുന്നു കൊണ്ട് ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയ ആ ഒരു കൃപയ്ക്കും അല്ലെങ്കിൽ ദൈവം നൽകിയ ആ ഒരു ശക്തിക്കും ആ ഒരു ദൈവം നടത്തിയതിനും ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും നമ്മൾ ദാവീദ് ചെയ്ത ഒരു വലിയ ഒരു പ്രവൃത്തിയായിരുന്നു. കാരണം സ്തുതിയും പ്രാർത്ഥനയുമായിരുന്നു ദാവീദിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നു. ഈ സ്തുതിയും പ്രാർത്ഥനയും മറ്റ് എല്ലാ യുദ്ധ ആയുധങ്ങളെക്കാളും ശക്തിയേറിയതായിരുന്നു. അതായിരുന്നു ദാവീദിന് വിജയവും ദാവീദിന്റെ ശത്രുക്കളിൽ നിന്ന് ദാവീദിന് വിടുതലും നൽകിയിരുന്നത് എന്ന് ഈ പാഠഭാഗത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തെ മാത്രമാണ് നാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് എന്ന് പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ടല്ല ദാവീദ് രാജാവ് യുദ്ധത്തിൽ വിജയിച്ചത്, അല്ലെങ്കിൽ തൻ്റെ പടയാളികളെ കൊണ്ടല്ല യുദ്ധത്തിൽ വിജയമുണ്ടായത്. പകരം ദൈവം ദാവീദ് രാജാവിനോട് ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ആണ് എന്നുള്ളത് ദാവീദ് രാജാവ് പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്തു. ഇവിടെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം വരങ്ങളും കഴിവുകളും നേട്ടങ്ങളും ഉണ്ടായാലും എന്തുകൊണ്ട് നാം അവയുടെ ഉറവിടത്തെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പലവിധമാകുന്ന നേട്ടങ്ങളും നമുക്ക് പലവിധമാകുന്ന വരങ്ങളും കഴിവുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അതിനെ ഓർക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കാതെ പോയാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളതാണ് ചോദ്യമായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളും വരങ്ങളും നന്മകളും കഴിവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ശക്തിയോ കൊണ്ടല്ല, ഒക്കെയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും ആണ് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ ഉറവിടം ദൈവത്തിൽ നിന്നാണ് എന്ന് ദാവീദ് രാജാവ് മനസ്സിലാക്കിയതുപോലെ നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നാം മനസ്സിലാക്കാതെ നമ്മുടെ സ്വയശക്തിയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് പരാജയം മാത്രമായിരിക്കും. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമാണ് നമുക്കുള്ള സകല നന്മയുടെയും ഉറവിടം ദൈവമാണ് എന്ന് ദൈവത്തെ നാം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. തിങ്കളാഴ്ചത്തെ പാഠഭാഗം പീഡിതർക്ക് നീതി. നാം ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, സങ്കീർത്തനക്കാരുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും പീഡനവും ദുരിതവും അനുഭവിക്കുന്ന അനേകം ദൈവമക്കളും ദൈവജനങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ പീഡിതർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുണ്ട് എന്നുള്ളതാണ് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തു കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം 41 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. ഇവിടെ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ദാരിദ്ര്യവും ഇല്ലായ്മയും അടിച്ചമർത്തപ്പെട്ടവരും അതുപോലെ തന്നെ അനാഥരും വിധവമാരും വിഭാര്യരും പരദേശികളും എല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഈ പീഡിതർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ
ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. സാധുക്കളും ദരിദ്രരും, ഈ ഒരു പദപ്രയോഗം ഈ വരുന്ന എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് പഠിക്കുവാൻ സാധിക്കും. കാരണം സങ്കീർത്തനം 9:18 വാക്യത്തിൽ പറയുന്നു, ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. ദൈവം അവരെ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്, അവർക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 22:21 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്, നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്, അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപവും ജ്വലിക്കും, ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ദൈവം എത്രത്തോളം വ്യക്തമായിട്ടാണ് ഇത് എഴുതി നമ്മെ അറിയിക്കുന്നത്. കാരണം അവരുടെ നിലവിളി, നാം പീഡിപ്പിക്കുന്നവരുടെ അല്ലെങ്കിൽ നാം ഉപദ്രവിക്കുന്നവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ദൈവം അത് കേൾക്കും എന്നുള്ളതാണ്. എൻ്റെ കോപം ജ്വലിക്കും എന്നുള്ളതാണ്. കാരണം ഇസ്രയേൽ മക്കളോട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. കാരണം അവർ മിസ്രയീം ദേശത്ത് അവർ അടിമകളായിരുന്നു. അപ്പോൾ അവരുടെ ദേശത്ത് പരദേശികളായിട്ട് ആരെങ്കിലും വന്ന് പാർക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, അതുപോലെ തന്നെ വിധവയെയും അനാഥരെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ ക്ലേശിപ്പിക്കുകയും അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ നിലവിളി എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ ആ നിലവിളി കേൾക്കുകയും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങൾ ചെയ്തവരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. അതായത് പുരുഷന്മാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും എന്നുള്ളതാണ്. അതിൻ്റെ 25, 26, 27 താഴോട്ടുള്ള എല്ലാ അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ മൊത്തം വായിക്കുമ്പോൾ നാം അല്ലെങ്കിൽ നാം വസിക്കുന്ന ദേശത്ത് അല്ലെങ്കിൽ നാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മുടെ അയൽവാസികളോട്, അതുപോലെ തന്നെ നമ്മുടെ സഭയിലുള്ളവരോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട് അല്ലെങ്കിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നവരോട് നമ്മൾ എപ്രകാരമാണ് നീതിയോടെയും ന്യായത്തോടെയും പെരുമാറേണ്ടത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങുകയും അരുത്. നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അതവന് മടക്കി കൊടുക്കണം. ഇതിനൊക്കെ വളരെയധികം ദൈവം അതിന് അർത്ഥവും അതിന് വളരെയധികം ശക്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ താക്കീതോടുകൂടി ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. കാരണം അവർ മറന്നു പോകാതെ അവരെപ്രകാരം ആയിരിക്കണം അവരുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരോട് അവർ ഇടപെടേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ വായിച്ചു 9:18 നമ്മൾ വായിച്ചു, സങ്കീർത്തനങ്ങൾ, ദരിദ്രൻ എന്നേക്കും മറന്നുപോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. അതുപോലെ തന്നെ നമ്മൾ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയുമില്ല എന്നുള്ളതും നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് ലഭിക്കേണ്ട നീതിയും ന്യായവും നമ്മൾ അവർക്ക് നൽകണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ പാഠത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം പീഡിതർക്ക് നീതി ദൈവം നൽകും എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തമാണ്. ആ നീതി ദൈവം നൽകുമ്പോൾ നമ്മൾ അവരോട് അനീതിയായിട്ട് പെരുമാറരുത് എന്നുള്ളതാണ്. ഇവിടെ അതേസമയം എളിയവരെ സംരക്ഷണം ചെയ്യുന്നത് ദൈവത്തോടുള്ള മനുഷ്യരുടെ വിശ്വസ്തതയെ പ്രദർശിപ്പിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എന്താണ്, കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്നേഹിക്കുവാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തോടുള്ള മനുഷ്യരുടെ വിശ്വസ്തതയാണ് നമ്മൾ ബലഹീനരും സാധുക്കളും അതുപോലെ തന്നെ ദരിദ്രരുമായവരോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട് നമ്മൾ സ്നേഹത്തോടെയും അനുകമ്പയോടെയും നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ വിശ്വസ്തത നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബലഹീനർക്കെതിരെ ദോഷം പ്രവർത്തിക്കുന്നത് ബൈബിൾ സംസ്കാരത്തിൽ നീച പാപങ്ങളാണ്. അപ്പോൾ ബലഹീനർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിധവമാർക്ക്
അല്ലെങ്കിൽ ദരിദ്രരായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധുക്കൾക്ക് എതിരെ നമ്മൾ നീചം പ്രവർത്തിക്കുന്നത് അത് ദൈവവിരുദ്ധ പ്രവൃത്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ എന്ത് ചെയ്തു? തൻ്റെ സകല സമ്പത്തും, അതാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നു. അപ്പോഴും ദൈവം സമ്പന്നനായിരുന്നു, എന്നാൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ദൈവം ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു എന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:9 പറയുന്നു. അപ്പോഴും നമുക്കുള്ള മാതൃക, മറ്റുള്ളവരോട് നമ്മൾ എപ്രകാരം ഇടപെടണം, മറ്റുള്ളവരോട് നമ്മൾ എപ്രകാരം സംസാരിക്കണം, മറ്റുള്ളവരോട് നമ്മൾ എപ്രകാരമാണ് നമ്മൾ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കേണ്ടത് എന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു സകല മഹിമയും വിട്ട് അല്ലെങ്കിൽ സമ്പന്നനായിരിക്കെ ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് വന്ന് നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമുക്ക് വേണ്ടിയിട്ട് ദാരിദ്ര്യം അനുഭവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് പാപമുളവാക്കിയ സകല ദുസ്ഥിതിയിൽ നിന്നുമുള്ള മോചനം ഉൾപ്പെടുന്നതാണ്. നമ്മൾ പാപപ്രകാരം നമ്മളെല്ലാവരും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപത്തിൻ്റെ ഫലമാകുന്ന മരണം അനുഭവിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ ഒരു സമ്പന്നത നമുക്ക് നൽകിയത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. യേശു നമുക്ക് ദൈവരാജ്യത്തിലെ നിത്യജീവനും വാഗ്ദത്തം ചെയ്യുന്നു. അപ്പോഴും ദൈവം നമുക്ക് ദൈവരാജ്യത്തിൽ നിത്യജീവൻ നമുക്ക്, കാരണം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ്. വ്യവസ്ഥയോടുകൂടി ദൈവം നമുക്ക് ആദിയിൽ നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരുന്നു, എന്നാൽ അത് ലംഘിച്ച് നമ്മൾ നിത്യമരണത്തിലേക്ക് പോയി. എന്നാൽ ആ നിത്യമരണത്തിൽ നിന്ന് വീണ്ടും നിത്യജീവൻ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ നിത്യജീവനിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് നീതിയും ന്യായവുമുള്ള ന്യായവിധിയാണ്. മുഖപക്ഷം നോക്കി ദൈവം ന്യായം വിധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദിവ്യ ന്യായാധിപൻ എന്ന നിലയിൽ യേശു ക്രിസ്തു സങ്കീർത്തനങ്ങളിലെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നു. ഒരു സങ്കീർത്തന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ദൈവം അത് അനുസരിക്കുന്നവർക്ക് നൽകും എന്നുള്ള വാഗ്ദത്തം ദൈവം നിറവേറ്റുന്നു. ദൈവത്തിൻ്റെ ആ ഒരു ദൈവം നിറവേറ്റുമ്പോൾ നമ്മെ ദൈവം എന്താണോ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നാമും നിവർത്തിക്കണം എന്നുള്ളതാണ്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ 2 ഭാഗത്ത് അല്ലെങ്കിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുകയും അവരോട് പറയുന്ന കാര്യങ്ങൾ, ഈ വലത്തുള്ളവരോടും ഇടത്തുള്ളവരോടും ദൈവം എന്താണ് പറയുന്നത്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ തന്നു, കുടിപ്പാനും ഉണ്ണുവാനും നിങ്ങൾ തന്നു. എന്നാൽ അടുത്ത കൂട്ടരോട് പറയുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചില്ല, നിങ്ങൾ ചെയ്ത്. അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികളെ കുറിച്ചാണ് ദൈവം പറയുന്നത്. അപ്പോഴും നമ്മൾ ഒരു സാധുവിനോടും ഒരു ദരിദ്രനോടും നമ്മൾ സ്നേഹത്തോടെയും അവർക്ക് ദയോടെയും കൂടെ നമ്മൾ ഇടപെടുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതായിട്ടാണ് ദൈവം രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ നന്മയാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ അവസാനം പറയുന്നുണ്ട്, സാധുക്കളെയും ദരിദ്രരെയും നാം എത്രമാത്രം കരുതുന്നു, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. ഇത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നാം നമ്മുടെ സമൂഹത്തിലായിരിക്കുന്ന ദരിദ്രരോടും അതുപോലെ തന്നെ സാധുക്കളോടും അതുപോലെ കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്നവരോട് നമ്മളുടെ മനോഭാവം എന്താണ് എന്ന് നാം നമ്മോട് ചോദിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പ്രകാരമല്ല നമ്മുടെ മനോഭാവമെങ്കിൽ അതിൽ മാറ്റം നമ്മൾ വരുത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ദൈവം നീതി നടപ്പിലാക്കും. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട നീതി നാം അവിടെ അവർക്ക് നഷ്ടമാക്കിയാൽ നമുക്ക് ലഭിക്കേണ്ട നീതി നമുക്ക് ലഭിക്കാതെ പോകുമെന്നുള്ളതാണ്. പീഡിതർക്ക് വേണ്ടിയിട്ട് നീതി നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് നീതിയും ന്യായവുമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാണ് നമ്മുടെ പ്രതിഫലം. അതാണ് മത്തായി 25-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരോട്, സാധുക്കളോടും ദരിദ്രരോടും സ്നേഹത്തോടും ദയോടും കൂടി പെരുമാറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊവ്വാഴ്ചത്തെ പാഠഭാഗം, നിങ്ങൾ എത്രത്തോളം അനീതിയായി വിധിക്കും? ഇതൊരു ചോദ്യമായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം അനീതിയായി വിധിക്കും? നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദൈവം ഇസ്രയേലിൽ നീതി പ്രവർത്തിക്കുവാൻ ഇസ്രയേൽ നായകന്മാർക്ക് അധികാരം കൊടുത്തിരുന്നു.
അത് രാജാക്കന്മാരാണെങ്കിലും ന്യായാധിപന്മാരാണെങ്കിലും ദൈവജനത്തെ വഴി നടത്തിയിരുന്ന ആരാണെങ്കിലും അവർക്ക് ദൈവം അധികാരം കൊടുത്തത് അവിടെ ന്യായവും നീതിയും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സങ്കീർത്തനങ്ങൾ 72 1 മുതൽ 7 12 14 ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവഹിതം അനുസരിച്ച് വേണമായിരുന്നു അവരുടെ അല്ലെങ്കിൽ അവരെ ഇരുത്തിയിരുന്ന സ്ഥലത്ത് അവരുടെ അധികാരം അവർ ഉപയോഗിക്കുവാൻ എന്നുള്ളത് കാണുന്നു. അത് നേതാക്കന്മാരാണെങ്കിലും അത് രാജാക്കന്മാരാണെങ്കിലും അവരുടെ ദൗത്യം എന്ന് പറയുന്നത് അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ദേശത്ത് നീതിയും സമാധാനവും നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ദുർബലരായവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ അധികാരവും അവർക്ക് ദൈവം നൽകിയ പദവിയും അവർ വിനിയോഗിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അവർ ചെയ്യാതെ വരുമ്പോൾ ആ ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ ആ പട്ടണത്തിന് നന്മ ഉണ്ടാകുകയില്ല. എന്നാൽ അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നീതിയും ന്യായവും അവർ നടപ്പിലാക്കുമ്പോൾ ആ ദേശം മുഴുവനും ജനവും അഭിവൃദ്ധി പ്രാപിച്ചവരായി തീരും എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ ദേശം മുഴുവനും അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. ദൈവത്തോടുള്ള അല്ലെങ്കിൽ ദൈവം അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് അവർ വിശ്വസ്തരാകുമ്പോൾ മാത്രമേ അവർക്ക് ഇപ്രകാരം നീതിയും ന്യായവും നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ആ സ്ഥാനത്ത് ആയിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി അതിൽ നീതിയും ന്യായവും നടത്തണം. രാജാവിൻ്റെ സിംഹാസനം ശക്തിപ്പെടേണ്ടത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനങ്ങൾ 82 നമ്മൾ വായിക്കുമ്പോൾ നേതാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അവരുടെ നീതിയെ തകിടം മറിക്കുകയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരെ ക്ലേശിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ആ രാജ്യത്തിന് ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു നന്മ അവിടെ ഉണ്ടാകുന്നില്ല. നമ്മൾ 82 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നു 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ പാഠഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം അനീതിയായി വിധിക്കും. കാരണം ദൈവം ന്യായാധിപനാണ്, ദൈവം ന്യായം വിധിക്കും, നീതി നടപ്പിലാക്കും എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ പഠിക്കുന്നു. എന്നാൽ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ കരങ്ങളിൽ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എന്ത് ചെയ്യുവാനാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം നാം ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 82-ാം സങ്കീർത്തനം അതിൻ്റെ 1ഉം 6ഉം വാക്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. അപ്പോഴിവിടെ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കേണ്ടതിന് ആക്കി വച്ചിരിക്കുന്ന വ്യക്തികളോട് ദൈവം സംസാരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 82-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അന്യജാതികളുടെ ദേവന്മാരോ ദൂതന്മാരോ അല്ല ഇവർ എന്നുള്ളത് പാഠഭാഗത്തിൽ കൂടെ എടുത്തു പറയുന്നു. കാരണം ദൈവജനത്തിന് നീതിയും ന്യായവും നടത്തുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നവരാണ്. അവർ ദൈവജനത്തിന് നീതിയും ന്യായവും നടത്തുന്നില്ല എങ്കിൽ എന്താണ് അവർക്ക് ഉണ്ടാകുന്നത്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എഴുന്നേൽക്കും, അവിടെ നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിന് ദൈവം എഴുന്നേൽക്കും എന്നുള്ളതാണ്. കാരണം ദൈവജനത്തിന് നീതി നടത്തുന്നത് അവരെ ഏൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് നീതി നടത്തുന്നതിന് അവർ ന്യായം വിധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സങ്കീർത്തനങ്ങൾ 82-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ദേവന്മാർ ഇസ്രയേൽ നേതാക്കന്മാർ ന്യായാധിപന്മാർ ആണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ പറയുന്ന ദേവന്മാർ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ദേവന്മാരോ അല്ലെങ്കിൽ ദൈവങ്ങളോ അല്ല, ദൈവം ആക്കി വച്ചിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ ദേവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇവിടെ അല്ലെങ്കിൽ ആസാഫിൻ്റെ ഈ സങ്കീർത്തനത്തിൽ കൂടെ എടുത്തു കാണിക്കുന്നത്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം
അതിൻ്റെ 10-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ദൈവം മനുഷ്യപുത്രന്മാരെ അവർ നീതിയോടെ ന്യായം വിധിക്കുന്നുവോ എന്ന് ചോദ്യം ചെയ്യുന്നു. കാരണം അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം അവർ നീതിയോടെ ആണോ ചെയ്യുന്നത് എന്നുള്ളത് ദൈവം അവിടെ നോക്കുകയും അവരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ആക്കി വച്ചിരിക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അവർ നീതിയോടെ ന്യായം വിധിക്കുന്നുവോ എന്ന് ചോദ്യം ചെയ്യുന്നു. നമ്മൾ സങ്കീർത്തനം അതിൻ്റെ 97-ന്റെ 2 അതുപോലെ തന്നെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അപ്പോൾ ആ നീതിയും ന്യായവും അവർ ദൈവം അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് അവർ നൽകുന്നുണ്ടോ എന്നുള്ളത് ദൈവം അവരെ ചോദ്യം ചെയ്യും, അവരെ ന്യായം വിധിക്കും എന്ന് നമ്മൾ കാണുന്നു. കാരണം അവർ നീതികെട്ടവരായി കാണപ്പെട്ടു. പലപ്പോഴും രാജാക്കന്മാരും അതുപോലെ തന്നെ ദൈവം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ആക്കിയ നേതാക്കന്മാരും അവർ നീതികെട്ടവരായിട്ട് അവർ കാണപ്പെട്ടു. അവർ നീതികെട്ടവരായി കാണപ്പെടുക മാത്രമല്ല, നേതാക്കൾ അറിവില്ലായ്കയാൽ ഇരുട്ടിൽ തപ്പുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 82-ന്റെ 5 നമ്മൾ വായിക്കുന്നു. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളങ്ങിയിരിക്കുന്നു. കാരണം ദൈവം ദൗത്യം ആരുടെ കരങ്ങളിലാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം അവർ നല്ല രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയോടെയും ന്യായത്തോടെയും അവർ ചെയ്യാതെ വരുമ്പോൾ ആ ഭൂമി അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം അവർക്ക് അവിടെ നഷ്ടപ്പെടുകയും അത് ഇളകിയിരിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യുന്നു. ഇവിടെ ദൈവം ഏക ദൈവമാണെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ദൈവം തൻ്റെ പ്രതിനിധികളായി മാനുഷിക നേതാക്കളെ നിയോഗിച്ചുകൊണ്ട് ലോകഭരണം അവരുമായി പങ്കിടുന്നു. ഈ മാനുഷിക പ്രതിനിധികൾ ചരിത്രത്തിലും ഇപ്പോഴും എത്ര സാധാരണമായി തങ്ങൾക്ക് നൽകപ്പെട്ട ചുമതലകളെ വഷളാക്കിയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവരെത്രത്തോളം ഭംഗിയായിട്ടാണ് ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ദൈവം അവരെ ന്യായം വിധിക്കും. നിങ്ങൾ എത്രത്തോളം അനീതിയായി നിങ്ങൾ വിധിക്കും, അല്ലെങ്കിൽ മുഖപക്ഷം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് അടുത്ത പക്ഷത്തെ എങ്ങനെ നിങ്ങൾക്ക് അനീതിയോടെ വിധിക്കുവാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ദൈവം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അനീതിയോടെ വിധിക്കുകയാണ് എങ്കിൽ ദൈവം എഴുന്നേൽക്കുകയും ദൈവം അതിൽ ഇടപെടുകയും ചെയ്യും. കാരണം എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടപ്പാക്കുവിൻ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ദൈവം ഇസ്രയേലിലെ നേതാക്കൾക്ക് അധികാരങ്ങളും അവകാശങ്ങളും നൽകി അത്യുന്നതന്റെ പുത്രന്മാരെന്ന് അവർ വിളിക്കപ്പെട്ടു. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രയേലിലെ നേതാക്കളും അതുപോലെ തന്നെ അധികാരികളും അവരെ അത്യുന്നതന്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് അവരെ വിളിച്ചു. എന്നാൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ അവർ അനുവദിക്കപ്പെട്ടിരുന്നു. എങ്കിലും ദൈവം അവരുടെ ദുഷ്ടത നിമിത്തം അവരെ തള്ളിക്കളഞ്ഞു. അവരുടെ നീതിയില്ലായ്മയും അവരുടെ അനീതിയും അവരുടെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ കാണിച്ചപ്പോൾ അവരെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് അവരെ വിളിക്കപ്പെട്ടുവെങ്കിലും ദൈവം അവരെ തള്ളിക്കളഞ്ഞു. അവർ മറ്റുള്ളവരെ പോലെ മർത്യർ ആണെന്നും അതേ ധാർമ്മിക നിയമങ്ങൾക്ക് വിധേയരാണെന്നും ദൈവം അവരെ ഓർമ്മപ്പെടുത്തി. കാരണം അവർ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരല്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള മനുഷ്യരെ പോലെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്കും അതുണ്ട് എന്നുള്ളത് ദൈവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ആരും ദൈവിക നിയമത്തിന് അധീരരല്ല. എല്ലാവരും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അത് രാജാവാണെങ്കിലും അത് ന്യായാധിപനാണെങ്കിലും അത് നേതാവാണെങ്കിലും അത് ആര് തന്നെയാണെങ്കിലും അവർ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും. ദൈവം ലോകത്തെ ആകമാനം ന്യായം വിധിക്കും. അതിൽ എല്ലാവരും, അതിനിപ്പോൾ രാജാവാണെങ്കിലും അത് ന്യായാധിപനാണെങ്കിലും അത് പുരോഹിതനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഉൾപ്പെടും. ദൈവം ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കും. നമ്മളെല്ലാവരും, അത് രാജാവാണെങ്കിലും അത് നേതാവാണെങ്കിലും അത് ന്യായാധിപനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യ നേതാക്കളും സർവ്വജനവും ഒരുപോലെ ദിവ്യ ന്യായാധിപനെ അനുകരിക്കുകയും ദൈവത്തിൽ തങ്ങളുടെ അന്തിമ പ്രത്യാശ അർപ്പിക്കുകയും വേണം.
ഇപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിക്കണം. കാരണം ഇവിടെ നിങ്ങൾ എത്രത്തോളം അനീതിയായി വിധിക്കും. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പഴയ നിയമ പുസ്തകങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം മുതലുള്ള സഭയാണെങ്കിലും ആദ്യം മുതലുള്ള ദൈവജനമാണെങ്കിലും ആരെ നമ്മൾ നോക്കിയാലും എവിടെയും അനീതിയും അക്രമവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ദൈവം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം അനീതിയായിട്ട് വിധിക്കും എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അനീതിയോടെ വിധിക്കുകയാണ് എങ്കിൽ ഇവിടെ അവസാനത്തെ ഭാഗം പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ ഏത് തരം അധികാരം വഹിക്കുന്നു, നിങ്ങൾ അതിനെ എത്രമാത്രം നീതിയായും ശരിയായും നിർവഹിക്കുന്നു എന്നൊരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാരണം അതിനുള്ള ഉത്തരവും നമ്മൾ തന്നെയാണ് നമ്മൾ കണ്ടത്. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്രമാത്രം നീതിയോടെയും ന്യായത്തോടെയുമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നത്. അവിടെ അവസാനം പറഞ്ഞ ജാഗ്രത. കാരണം എന്താണ്? നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മറ്റുള്ളവരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം വിശ്വസ്തയോടെ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അധർമ്മമാണ് പെരുകുന്നത്, അവിടെ നാശമാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ നാശത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വാസ്തവമാണ്. അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവഹിതത്തിന് അനുസരിച്ചരായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും ന്യായവുമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. ബുധനാഴ്ചത്തെ പാഠഭാഗം, അങ്ങയുടെ ക്രോധം അവരുടെ മേൽ പകരണമേ. ഇവിടെ സങ്കീർത്തന പുസ്തകങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരും പീഡനം അനുഭവിക്കുന്നവരും അവരുടെ ദുരിതങ്ങളും അവരുടെ ക്ലേശങ്ങളും ഒക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ അങ്ങയുടെ ക്രോധം അവരുടെ മേൽ പകരണമേ. ആർക്കാണോ ദുരിതവും ക്ലേശവും ബുദ്ധിമുട്ടും പ്രതികൂലവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത്, അവർ പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ പകരണമേ എന്ന് അവർ പറയുന്നു. ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ചെയ്തവർക്കും എതിരായാണ് പ്രതികാരം ചെയ്യേണ്ടത്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 44-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പിൻ. അതിന് വിപരീതമായിട്ടാണ് ഇന്നത്തെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ക്രോധം അവരുടെ മേൽ പകരണമേ, നമ്മുടെ ശത്രുക്കൾക്ക് ദോഷം വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ന് വിരുദ്ധമാണ്. അവിടെ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പാനാണ് പറയുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് അതിന് സാധിക്കാതെ വരാറുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് എന്തെങ്കിലും ശിക്ഷയോ എന്തെങ്കിലും അവർക്ക് വരണം എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ ഹൃദയങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ അത് ഇവിടെ പറയുന്നത് എന്തായാലും സ്വയം പ്രതികാരം ചെയ്യുന്ന കാര്യം സങ്കീർത്തനക്കാർ ഒരിക്കലും പറയുന്നില്ല. അവർ സ്വയം അവർക്ക് ഉപദ്രവം നേരിട്ടവർക്കെതിരെ അവർ സ്വയം പ്രതികാരം ചെയ്യുന്നതായിട്ടല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തോട് അവർ പറയുകയാണ്, ദൈവമേ അവർക്കെതിരെ പ്രതികാരം ചെയ്യണമേ, അല്ലെങ്കിൽ അങ്ങയുടെ ക്രോധം അവരുടെ മേൽ പകരണമേ. അവർക്ക് എന്തെങ്കിലും ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അവർക്ക് തിന്മയായിട്ട് ഭവിക്കണമേ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ആസന്നമായ ന്യായവിധിയുടെ പ്രവാചക പ്രഖ്യാപനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ദൈവം എത്രയും വേഗം വരും എന്നുള്ളത് സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ 2ാം വരവ് ഇവിടെ ബാബിലോണിനെ കുറിച്ച് പറയുന്നു. കാരണം പ്രവാചക പുസ്തകങ്ങളിൽ ബാബിലോണിൻ്റെ നാശത്തിൻ്റെ ദിവ്യ പ്രസ്താവനയാണ് സങ്കീർത്തനം 137 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ബാബിലോണിൻ്റെ നാശം. കാരണം ഇസ്രയേൽ മക്കൾ ബാബിലോൺ പ്രവാസത്തിൽ ആയിരുന്നപ്പോൾ അവർ ബാബേൽ നദിയുടെ തീരത്ത് ഇരുന്ന് അവരുടെ ദേശത്തെ ഓർത്ത് സിയോനെ ഓർത്ത് അവർ കരഞ്ഞു എന്ന് കാണുന്നു. ആ ബാബിലോണിന് ഒരു നാശം അല്ലെങ്കിൽ ബാബിലോൺ ചെയ്ത ആ പ്രവർത്തികൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകണം എന്നുള്ളത് അവരവിടെ ആഗ്രഹിക്കുന്നു. ബാബിലോൺ മറ്റ് ദേശങ്ങളോട് ചെയ്ത സർവനാശം ഇപ്പോൾ അവരുടെ മേൽ
വരുന്നു. ബാബിലോണിൻ്റെ മേൽ അവർ ചെയ്ത തിന്മയ്ക്കുള്ള പ്രതിഫലം അവരുടെ മേൽ വരുന്നു. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തിന്മ എല്ലാ കാലത്തും എന്ത് ചെയ്യുകയില്ല, വിജയിക്കുകയില്ല എന്നുള്ളതാണ്. ദൈവം ആ തിന്മയ്ക്ക് പകരം ചെയ്യും. അത് എല്ലാ കാലത്തും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ 137-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ യെരുശലേമിൻ്റെ ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിൻ്റെ നാൾ ഓർക്കേണമേ. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. അപ്പോൾ ശത്രുക്കൾക്ക് പ്രതികാരം ചെയ്യുവാൻ ദൈവജനമായി പീഡനം അനുഭവിച്ചവർ ദൈവത്തോട് അവിടെ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, അങ്ങയുടെ ക്രോധം അവരുടെ മേൽ പകരണമേ. ദൈവത്തിൻ്റെ പ്രതികാരം നീതിയോടും കൃപയോടും കൂടി അളക്കപ്പെടും. തങ്ങളോടുള്ള ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മാനസാന്തരത്തിനായി പ്രതീക്ഷിക്കുവാനും ദൈവ കുഞ്ഞുങ്ങളെ ദൈവം ക്ഷണിക്കുന്നു. അപ്പോൾ ദോഷം ചെയ്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവരുടെ മാനസാന്തരത്തിനും അവർ ചെയ്ത തിന്മ പ്രവർത്തികൾക്ക് അവർക്ക് ദോഷം വരാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ പറയുന്നു. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്ക് മീതെ അത്യുന്നതൻ എന്ന് അറിയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് അവിടെ മഹിമപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കാണിക്കുന്നത്. കാരണം ശത്രുക്കളോടുള്ള സ്നേഹത്തിൻ്റെ ബൈബിൾ നിർദ്ദേശങ്ങളോട് സങ്കീർത്തനങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴും അവയിൽ പ്രകടമായിരിക്കുന്ന അതിവേദനയുടെ അനുഭവങ്ങളെ കുറച്ച് കാണരുത്. ശത്രുക്കളിൽ നിന്ന് ദോഷം അനുഭവിച്ച് അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരിക്കുന്ന വേദന ഇവിടെ കുറച്ച് കാണുകയല്ല. എന്നാലും നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് അതിന് അസാധ്യമായിട്ട് തോന്നുന്ന സന്ദർഭങ്ങളുമുണ്ട്, അവരോട് ക്ഷമിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. അതൊക്കെയും ദൈവസന്നിധിയിൽ ദൈവം അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കൃപയും ദൈവം നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ അതിൽ അവരോട് എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം തൻ്റെ മക്കളുടെ ദുരിതം അറിയുകയും തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇവിടെ സകല തിന്മയ്ക്കുമെതിരെ ശബ്ദമുയർത്തുവാനും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയോടുള്ള ആഗമനത്തെ അന്വേഷിക്കുവാനും ദൈവിക ന്യായവിധി ദൈവജനങ്ങളെ ചുമതലപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ശബ്ദം നൽകുന്നു. ദൈവം അവരുടെ കഷ്ടം അറിയുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുത്തുന്നു. ഒരിക്കൽ അവർക്ക് നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അവരുടെ ദുരിതത്തിലും അവരുടെ പീഡനത്തിലും മറ്റുള്ളവർ അവർക്കെതിരെ ചെയ്യുന്ന തിന്മ പ്രവർത്തികളിലും ദൈവം സകലതും അറിയുന്നുണ്ട്. അത് നീതി അവർക്ക് ആവശ്യമാണെങ്കിൽ ദൈവം അവർക്ക് നീതി നൽകും എന്നുള്ള വാഗ്ദത്തം ദൈവസന്നിധിയിലുണ്ട്. അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രതികാര ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാനാകും? പലപ്പോഴും അതിന് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് പ്രതികാര ചിന്തകളെയോ നമ്മുടെ തിന്മകളെയോ ഒന്നും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം അവരുടെ കഷ്ടം അറിയുന്നുണ്ട് എന്നുള്ളത് ദൈവം അവർക്ക് ബോധ്യം വരുത്തുന്നു. ഒരിക്കൽ അവർക്ക് നീതി ഉറപ്പുവരുത്തുകയും ചെയ്യും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മളുടെ കുറവുകളും നമ്മോട് ക്ഷമിച്ച് നൽകും എന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരികയും അങ്ങനെ മറ്റുള്ളവർ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. വ്യാഴാഴ്ചത്തെ പാഠഭാഗം ദൈവത്തിൻ്റെ ന്യായവിധിയും വിശുദ്ധ മന്ദിരവും. ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി എവിടെയാണ് നടക്കുന്നത്? നമുക്കുള്ള മറുപടിയുടെ സൂചനകൾ എന്തൊക്കെ? ദൈവം ദുഷ്ടതയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധ മന്ദിരം എങ്ങനെ സഹായിക്കുന്നു? നാം ഇന്നത്തെ പാഠത്തിൽ കൂടെ നമ്മൾ പഠിച്ചു. ദൈവം ന്യായം വിധിക്കും, ദൈവം എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അവസാനം പീഡനം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതലും ദുഷ്ടന്മാർക്ക് പൂർണ്ണ നാശവും സംഭവിക്കുന്നു എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി സങ്കീർത്തനം എഴുതിയിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചില്ല. എന്നാൽ ആ ന്യായവിധി അവർ മുൻകൂട്ടി കണ്ടു. അങ്ങനെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കി ആ ന്യായവിധിക്കായിട്ട് അവർ
ഒരുങ്ങി അതിനു വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിയും വിശുദ്ധ മന്ദിരവും പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ ദൈവം തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ മോശ മുഖാന്തരം ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഒരു വിശുദ്ധ മന്ദിരം അവർ ഉണ്ടാക്കി. ആ ദൈവത്തിൻ്റെ ന്യായവിധി എപ്രകാരമാണ് നടക്കുന്നത് എന്ന് ആ വിശുദ്ധ മന്ദിരത്തിൽ കൂടെ അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ജനത്തെ പഠിപ്പിച്ചു. ആ ന്യായവിധി എന്ന് ആരംഭിച്ചു എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. 1844 മുതൽ ആ ന്യായവിധി ആരംഭിച്ചു. ആ ദൈവത്തിൻ്റെ ന്യായവിധി എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സ്വർഗത്തിലാണ് ആ ന്യായവിധി ആരംഭിച്ചത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗത്തിൽ പരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. എന്നാൽ 1844 അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ന്യായവിധി ആരംഭിക്കുകയും ചെയ്തു. ആ ന്യായവിധി സങ്കീർത്തനക്കാരുടെ കാലഘട്ടത്തിൽ അവർ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ആ ദൈവം ദുഷ്ടതയെ ന്യായം വിധിക്കുകയും ദുഷ്ടന്മാർക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഇന്ന് ആ വിശുദ്ധ മന്ദിരവും ആ ന്യായവിധിയും പൂർണ്ണമായിട്ടും നമുക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ കൂടെ ആ ന്യായവിധി എപ്രകാരമാണ് ദൈവജനത്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് ദൈവം തൻ്റെ ആ ഒരു വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ കൂടെ കാണിച്ച് നൽകപ്പെട്ടു. ഇവിടെ ആ ന്യായവിധി 73-ാം സങ്കീർത്തനം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ ക്ഷണത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. ദുഷ്ടന്മാരുടെ അന്തം എന്ത് എന്ന് വിശുദ്ധ മന്ദിരത്തിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് നീതിയും ന്യായവുമാണ്. മുഖപക്ഷം നോക്കി ദൈവം ന്യായം വിധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ലോകത്തെ അതിൻ്റെ പാപവും തിന്മയും നിമിത്തം ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവനായി ദൈവത്തെ പല സങ്കീർത്തന ഭാഗങ്ങളും ചിത്രീകരിക്കുന്നു. ആ ദൈവം ന്യായം വിധി ആരംഭിച്ചു. ആ ന്യായവിധിയുടെ അവസാനം എപ്പോഴെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. രക്ഷാപദ്ധതി വിശുദ്ധ മന്ദിരത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. പുറംജാതി മതങ്ങളിൽ പാപം ഒരു ഭൗതിക കറയായാണ് കരുതപ്പെട്ടിരുന്നത്. ഇസ്രായേൽ മക്കൾ ഒഴിച്ച് മറ്റ് പുറം ജാതികൾ പാപം എന്ന് പറയുന്നത് ഒരു ഭൗതിക കറയാണ്. അത് താന്ത്രിക വിദ്യകളിൽ കൂടെ അതിനെ മാറ്റാം എന്നുള്ളതായിരുന്നു ആ പുറം ജാതികളുടെ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ധാർമ്മിക ന്യായപ്രമാണത്തിൻ്റെ ലംഘനം ആയാണ് ഇവിടെ നമ്മൾ ആ ഒരു പദ്ധതി കാണുന്നത്. ദൈവിക ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പാപത്തെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ലംഘനമായിട്ടാണ്. ദൈവം ന്യായത്തെയും നീതിയെയും ഇഷ്ടപ്പെടുന്നു എന്നതാണ് തൻ്റെ വിശുദ്ധിയുടെ അർത്ഥം. ദൈവത്തിൻ്റെ നീതിയും ന്യായവും നടപ്പിലാക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതേപോലെ ദൈവജനം ന്യായത്തെയും നീതിയെയും പിന്തുടരുകയും ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുകയും വേണം. അതിനവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആചരിക്കണം, അനുസരിക്കണം. ന്യായപ്രമാണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു പ്രകടനമാണ്. ഭൗതിക അല്ലെങ്കിൽ ജാതികൾ ഈ പാപം എന്ന് പറയുന്നത് ഒരു കറയായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതിനെ താന്ത്രിക വിദ്യകളിൽ കൂടെ അതിനെ മായ്ച്ച് കളയാം എന്ന് അവർ പഠിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനം മനസ്സിലാക്കിയിരുന്നത് പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ്. പാപം ദൈവം ആ കൽപ്പന ലംഘനം, ആ പാപത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നീതിയെയും ന്യായത്തെയും ദൈവം ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വിശുദ്ധമാണ്. ആ വിശുദ്ധ പ്രവൃത്തിയെ പിന്തുടരുകയാണ് നമ്മുടെയും ലക്ഷ്യം എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. അപ്രകാരം വിശുദ്ധ മന്ദിരം പാപക്ഷമയുടെയും നീതിയുടെയും യഥാസ്ഥാപനത്തിൻ്റെയും സ്ഥാനമാണ്. വിശുദ്ധ മന്ദിരത്തിൽ കൂടെ ദൈവം എപ്രകാരമാണ് തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഈ ഭൗതിക ശുശ്രൂഷകൾ, ഭൗതിക സമാഗമന കൂടാര ശുശ്രൂഷയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ ശുശ്രൂഷ സ്വർഗീയ വിശുദ്ധ അല്ലെങ്കിൽ സ്വർഗീയ മന്ദിരത്തിലും അതേ ശുശ്രൂഷ നടക്കുന്നു. അതേ ശുശ്രൂഷയിൽ കൂടെയാണ് ദൈവജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് ലഭിക്കുന്നത്. ക്ഷമിക്കുന്ന ദൈവമാകട്ടെ അനുദപിക്കാത്തവരുടെ ദുഷ്ടപ്രവൃത്തികൾക്ക് പ്രതികാരം ചെയ്യുന്നു. ഇവിടെ സങ്കീർത്തനങ്ങൾ 99:8 നമ്മൾ നോക്കുമ്പോൾ ദൈവം അനുദപിക്കാത്തവരുടെ പാപങ്ങൾക്ക് അവർക്ക് പ്രതികാരം നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൈവസിംഹാസനത്തിൻ്റെ
കൃപാസനവും നീതിയാഗങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സിയോനിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധി നീതിമാന്മാരുടെ പരിരക്ഷയ്ക്കും ദുഷ്ടന്മാരെ കീഴടക്കുന്നതിനും വേണ്ടി ഉള്ളതാണ്. ന്യായാധിപനായ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ കൂടെ, തൻ്റെ ന്യായവിധിയിൽ കൂടെ ദൈവജനത്തിന് നീതിയും ന്യായവും അവിടെ നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മന്ദിരത്തിൽ നിന്ന് വേഗത്തിലുള്ള ആഗമനത്തിൻ്റെ നിശ്ചയത്തെ സങ്കീർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ന്യായവിധി അവസാനിപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതിനെയും സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം ഈ ഭൂമിയിലേക്ക് വരും എന്നുള്ളതാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ അന്ന് സങ്കീർത്തനങ്ങൾ എഴുതിയ സങ്കീർത്തനക്കാർ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ന്യായവിധി അവരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചിരുന്നില്ല, എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ ആ ന്യായവിധി ആരംഭിച്ചു. ദൈവം തൻ്റെ ന്യായവിധി അവസാനിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീതിമാന് തൻ്റെ പ്രതിഫലവും അതുപോലെ തന്നെ ദുഷ്ടന് തൻ്റെ പ്രതിഫലവും ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. അതിൻ്റെ 33 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു. ഇവിടെ റോമർ 8:34 അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്വർഗീയ മന്ദിരത്തിലെ സാന്നിധ്യം എങ്ങനെയാണ് നമുക്ക് സദ്വർത്തമാനം ആകുന്നത്? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. പഴയ നിയമ അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ അവർ മൃഗങ്ങളെ യാഗം കഴിച്ച് അവരുടെ പാപത്തിന് വേണ്ടിയിട്ട് അവർ പ്രായശ്ചിത്തം ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രായശ്ചിത്തം നൽകി വിശുദ്ധ മന്ദിരത്തിൽ, സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ന്യായവിധി ആരംഭിച്ചു. ആ ന്യായവിധി അവസാനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ആ ഒരു ദൈവത്തിൻ്റെ നീതിയും ന്യായവും, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്ന നീതിയും ന്യായവും ദൈവം അവിടെ നിവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ വിശുദ്ധ മന്ദിരത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്ക് എങ്ങനെയാണ് സദ്വർത്തമാനമാകുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ആ രക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മധ്യസ്ഥനായിട്ട് ദൈവത്തിനും നമുക്കും ഇടയിൽ നിൽക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം ആ ഒരു ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിറവേറുന്നതിന് അധിക നാൾ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പഠിച്ച പാഠം ഞാൻ എഴുന്നേൽക്കും. കാരണം സങ്കീർത്തനക്കാരുടെ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തിലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനീതിയും അക്രമവും ദുഷ്ടതയും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ എഴുന്നേൽക്കും. ഇവിടെ മനുഷ്യർ നിങ്ങളെ പകച്ചു, നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചാനന്ദിപ്പിൻ. അവിടുന്ന് തൻ്റെ കേൾവിക്കാരെ കഷ്ടാനുഭവത്തിനും മനപീഡനയ്ക്കും സഹിഷ്ണുതയ്ക്കും ദൃഷ്ടാന്തത്തിനായി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരെയും ഉപദ്രവിച്ചതായിട്ട്, അവരെ നിന്ദിച്ചതായിട്ട്, അവരെ പരിഹസിച്ചതായിട്ട്, അവരെ കല്ലെറിഞ്ഞതായിട്ട്, അവരെ അടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലും നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് പീഡനമുണ്ട്, നമുക്ക് ഉപദ്രവമുണ്ട്. അതിലൊക്കെയും നമ്മൾ സന്തോഷിപ്പിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ എന്നാണ് പഠിപ്പിക്കുന്നത്. ആദാമിൻ്റെ മക്കളിൽ ആദ്യ ക്രിസ്ത്യാനിയായിരുന്ന ഹാബേൽ ഒരു രക്തസാക്ഷിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നിന്ന ഹാബേൽ ഒരു രക്തസാക്ഷിയായി തൻ്റെ സ്വന്തം സഹോദരനാൽ വധിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ലോകം അവനെ അറിഞ്ഞില്ല. നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്
ഈ ലോകത്ത് ഒരിക്കലും നീതിയും ന്യായവും നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ സത്യസന്ധതയോടെയും വിശ്വസ്തയോടെയും അവർ നിന്നിട്ടുണ്ടോ അവർക്കൊക്കെയും ഉപദ്രവവും പീഡനവും നേരിട്ടു എന്നുള്ളതാണ്. കാരണം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, എന്നാൽ ഹാനോക്കിനെ ദൈവം അറിഞ്ഞില്ല എന്നുള്ളതാണ്, ലോകം അറിഞ്ഞില്ല എന്നുള്ളത്. നോഹയെ നമുക്കറിയാം, ഒരു മതഭ്രാന്തനായിട്ട് നോഹയെ അന്നത്തെ സമൂഹം, അന്നത്തെ ആളുകൾ നോഹയെ പരിഹസിച്ചു. വേറെ ചിലർ നമ്മൾ പുതിയ നിയമപുസ്തകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ക്ലേശങ്ങൾ, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പിന്തുടർന്ന ശിഷ്യന്മാർ അനുഭവിച്ച പീഡനങ്ങൾ, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും കഷ്ടവും ഉപദ്രവവും സഹിച്ചു. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉത്താരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. എബ്രായർ 11:35. അപ്പോൾ ദൈവജനം എപ്പോഴും കഷ്ടതയും പീഡനവും അനുഭവിച്ചു കൊണ്ടാണ് അവരുടെ ദൗത്യം അവർ നിർവഹിച്ചത്. ദൈവം അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം അവർ നിർവഹിച്ചത്. ഇന്നും അതിന് ഒരു വ്യത്യാസവുമില്ല. നമ്മളും അതേ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രതികാരം ചെയ്യണമേ, അല്ലെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്യും എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കരുത്. അതിനു വേണ്ടിയിട്ട് ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അടിച്ചമർത്തപ്പെട്ടവർക്ക് അവരുടെ മോചനവും, അതുപോലെ തന്നെ ദുഷ്ടന്മാർക്ക് അവരുടെ പ്രതിഫലവും, അവരുടെ പൂർണ്ണനാശവും ദൈവം അവിടെ വിധിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് വരെയും ഈ ലോകം ഇപ്രകാരം മാത്രമേ പോകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിൽ നമ്മൾ വീണു പോകാതെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ നമുക്ക് സാധിക്കും. എന്ത് ബുദ്ധിമുട്ട്, എന്ത് പരീക്ഷണം, എന്ത് പ്രതികൂലം വന്നാലും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച പാഠത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്ന പിതാവേ, ഇതിൻ്റെ നടത്തിപ്പുകാരെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു പിതാവേ. ഇന്ന് പാഠം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും അടിയങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ അവിടുത്തെ കൃപയാൽ അടിയങ്ങളെ അങ്ങ് അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ ലംഘനങ്ങളെയും പാപങ്ങളെയും അടിയങ്ങളോട് ക്ഷമിച്ച് നൽകി അങ്ങയുടെ വരവിൽ അങ്ങയുടെ ആ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ അടിയങ്ങളെ എല്ലാവരെയും അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.